ഹലോ മക്കളെ, ജെഇ മെയിൻ എക്സാമിന്റെ റിസൾട്ട് വന്നു. അഡ്വാൻസ്ഡ് എക്സാം കഴിഞ്ഞു. കീമിന്റെ +2 മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സംശയം അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബേസിസിൽ നമ്മൾ കോളേജ് ആൻഡ് ബ്രാഞ്ച് ചൂസ് ചെയ്യും? നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാകും. നല്ല കോളേജിൽ ഒരു ലോവർ ബ്രാഞ്ചും അല്ലെങ്കിൽ ഒരു ലോവർ കോളേജിൽ നല്ല ബ്രാഞ്ചും. ഇത് തമ്മിലാണ് പലപ്പോഴും കുട്ടികളുടെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇതെങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം? ഇതിന്റെ പിന്നിലുള്ള റീസൺസ് എന്തൊക്കെയാണ്? ലോജിക്ക് എന്തൊക്കെയാണ്? ഇത് രണ്ട് വഴിയിലൂടെ പോയാലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വർഷത്തെ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എൻട്രൻസ് എക്സാം എഴുതിയ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടെങ്കിലും അവരുടെ പാരൻസ് ഉണ്ടെങ്കിലും ഈ വീഡിയോ എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കുട്ടികളുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവുക. ഒന്ന്, ബെറ്റർ കോളേജിൽ ഒരു ലോവർ ബ്രാഞ്ച് ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അഡ്വാൻസ്ഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 8,000 9,000 ഒക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിസർവേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് നമ്മുടെ IIT മദ്രാസിൽ ചിലപ്പോൾ നേവൽ ആർക്കിടെക്ചർ പോലുള്ള ലോവർ ബ്രാഞ്ച് കിട്ടാം, അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ മെറ്റലർജി ടെക്സ്റ്റൈൽ പോലുള്ള ബ്രാഞ്ചുകളൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ അത് ചൂസ് ചെയ്ത് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. ചൂസിങ് ബെറ്റർ കോളേജ് വിത്ത് എ ലോവർ ബ്രാഞ്ച് നമുക്ക് എന്താ തരിക? നമുക്ക് ഒരു ബെറ്റർ എൻവയോൺമെന്റ് തരും. IIT മദ്രാസ് എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്പോഷറും ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കോളേജ് എന്ന് എല്ലാ വർഷവും റാങ്കിൽ വരുന്ന സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടുന്ന എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റീസും അവിടുത്തെ അലുമിനൈ നെറ്റ്വർക്കും പിന്നെ നോൺ കോർ ആയിട്ടുള്ള പ്ലേസ്മെന്റ്സും, അതായത് നമ്മൾ ഈ കാണുന്ന മെറ്റലർജി, ടെക്സ്റ്റൈൽ, ബയോടെക്, ഈവൻ പ്രൊഡക്ഷൻ പോലുള്ള ബ്രാഞ്ചുകളിലൊന്നും കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് പ്ലേസ്മെന്റ്സിന്റെ എണ്ണം വളരെ കുറവാണ്. എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ മാത്രം പ്ലേസ്മെന്റ്സ് എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന ലോവർ ബ്രാഞ്ചുകളിൽ വരാറില്ല എന്നുള്ളതാണ്. ഈവൻ IITസിൽ പോലും വരാറില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് നോൺ കോർ ഫീൽഡുകളിലേക്കുള്ള പ്ലേസ്മെന്റ്സിന്റെ ഓപ്പർച്യൂണിറ്റി ആക്ച്വലി അടിപൊളിയായിട്ട് എവിടെ കിട്ടും? IITസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ബെറ്റർ ബ്രാഞ്ചും ലോവർ കോളേജും, അതായത് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് സാധ്യതകൾ ഇന്നും അതുപോലെ ഉള്ളത് ഏതിനാണ്? കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ബ്രാഞ്ചിനാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള ബ്രാഞ്ചുകൾക്കാണ്. ഓക്കെ, ഇൻ എ ലോവർ റാങ്ക്ഡ് IIT, NIT or IIIT may help you if you are very interested working in core domain or pursuing higher studies in your field. അപ്പോൾ നിങ്ങൾ ഓൾറെഡി +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച് അതിൽ നല്ല താല്പര്യമുണ്ട്, അതിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് ഉറപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് ലോവർ ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ കുറച്ച് ലോവർ കോളേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബെറ്റർ ആയിട്ടുള്ള ബ്രാഞ്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ടു ചൂസ്, എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും? ഇഫ് യു ആർ എയിമിംഗ് ഫോർ എ നോൺ കോർ ജോബ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മെറ്റലർജിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. നല്ലൊരു കോളേജിൽ എത്തുക, നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുക, നല്ല ഒരു കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക, നല്ല ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുക, ആൻഡ് എൻഡ് ഓഫ് ദി കോളേജിൽ നല്ല ജോലിയിൽ പ്രവേശിക്കണം. അതിൽ ഇന്ന ജോലി തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോൺ കോർ ജോബുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൽ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാവും, അനലിറ്റിക്സ് പോലുള്ള ജോബുകൾ ഉണ്ടാവും, കൺസൾട്ടൻസി ഉണ്ടാവും, ഫൈനാൻസ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ബെറ്റർ കോളേജ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ നിന്നാണ് ഈ പറയുന്ന നോൺ കോർ ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. ആൻഡ് അതിൽ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് എ സ്പെസിഫിക് ബ്രാഞ്ച് ആൻഡ് സീ യുവർ ഫ്യൂച്ചർ ഇൻ ദാറ്റ് ഡൊമൈൻ, ദെൻ പ്രയോറിറ്റൈസ് യുവർ ബ്രാഞ്ച്. നിങ്ങൾക്ക് ആ ഒരു ബ്രാഞ്ച് അത്രയും സ്പെസിഫിക് ആയിട്ട് താല്പര്യമുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? ലോവർ കോളേജിൽ പോയിട്ട് ആ ഒരു സ്പെസിഫിക് ബ്രാഞ്ച് ചൂസ് ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾക്കൊക്കെ എപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത് ബെറ്റർ കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവിടെ എത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഏതെങ്കിലും ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ടാകും. അപ്പോൾ പ്ലേസ്മെന്റിന്റെ ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, AI പോലുള്ള ബ്രാഞ്ചുകൾ, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ പോലുള്ള പുതിയ പുതിയ ബ്രാഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പാക്കേജുകളും ഡിമാൻഡും ഒക്കെ എന്താണ്? ഈ പറയുന്ന ടെക്നോളജി രംഗത്ത് തന്നെയാണ്. സ്ട്രോങ് ഫ്യൂച്ചർ ഗ്രോത്ത് ഇൻ ടെക് ആൻഡ് AI നമുക്ക് പറയാം. അതിൽ ഒരുപാട് ആളുകൾ സംശയിക്കാറുണ്ട്, ഇപ്പം സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ്, കോഡേഴ്സിന്റെ ജോബ് പോകുന്നുള്ളത്. AI എല്ലാവരെയും അഫക്ട് ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഗ്രോ ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം, പുതിയ സ്കില്ല് പഠിക്കണം എന്നുള്ളതാണ് അതിൽ കോമൺലി പറയാനുള്ളത്. മെക്കാനിക്കൽ, കെമിക്കൽ പോലുള്ള ട്രഡീഷണൽ ബ്രാഞ്ചിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. പക്ഷെ എന്നാലും കോർ ജോബുകളുടെ എണ്ണം ലിമിറ്റഡ് തന്നെയാണ്. വിത്ത് ലോവർ പാക്കേജസ് ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്, അൺലെസ് യു സ്വിച്ച് ഡൊമൈൻ. കമ്പയർ ടു സർക്യൂട്ട് ബ്രാഞ്ചുകൾ, നമ്മുടെ മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ തന്നെ ഈവൻ കെമിക്കൽ പോലുള്ള ബ്രാഞ്ചുകളിലൊക്കെ പാക്കേജുകൾ യൂഷ്വലി കുറവാണ് ഉണ്ടാവാറുള്ളത്. സിവിൽ, മെറ്റലർജി, ബയോടെക്സ്, ടെക്സ്റ്റൈൽ പോലുള്ള കുറച്ചുകൂടെ ലോവർ ആയിട്ടുള്ള ബ്രാഞ്ചുകളുടെ കാര്യത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കോർ ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി കുറവായിരിക്കും. ഓഫൺ സ്റ്റുഡൻസ് മൂവ് ടു സോഫ്റ്റ്വെയർ, MBA ഓർ സിവിൽ സർവീസസിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? മൂവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പല പല ഫീൽഡുകളിലേക്ക് മൂവ് ചെയ്യാൻ ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ മുതൽ തന്നെ ഒരു ഡിഫറെന്റ് പ്രൊഫൈൽ ഉണ്ടാക്കി തുടങ്ങും, ഡിഫറെന്റ് സ്കിൽ സെറ്റ് ഉണ്ടാക്കി തുടങ്ങും. അപ്പോൾ ഫോർത്ത് ഇയറിൽ തന്നെ എന്ത്
ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നോൺ കോർ ജോബുകളിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ലോവർ ബ്രാഞ്ച് ഇൻ IIT ഇസ് ഗ്രേറ്റർ ദാൻ ഹയർ ബ്രാഞ്ച് ഇൻ Tier 3 എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പുതിയ IITസിനേക്കാളും പുതിയ NITസിൽ പോയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ മറ്റോ എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും IITയിൽ പോയിട്ട് ലോവർ ബ്രാഞ്ച് എടുത്തിട്ട് നമ്മളൊരു നോൺ കോർ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ബ്രാഞ്ചുകൾ ഇഷ്ടപ്പെട്ടു, ആ ബ്രാഞ്ചിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നന്നായിട്ട് അക്കാഡമിക്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കോർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, യെസ്. ഇനി കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെക്കൻസി പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കമ്പനികൾ എന്ത് ചെയ്യാറില്ല? നമ്മുടെ ബ്രാഞ്ച് ആക്ച്വലി നോക്കാറില്ല. പലപ്പോഴും എന്താണ്, നിങ്ങളുടെ കോളേജാണ് അവർ പ്രിഫറൻസ് കൊടുക്കുക. അണ്ടർസ്റ്റുഡ്? അതായത് ഒരുപാട് നോൺ കോർ ഓപ്പർച്യൂണിറ്റീസ്, ഈവൻ ടെക്കിലടക്കമുള്ള പല ജോബുകൾക്കും എല്ലാ ബ്രാഞ്ചിനും അപ്ലൈ ചെയ്യാം. ഞങ്ങളുടെയൊക്കെ പ്ലേസ്മെന്റ്സിന്റെ സമയത്ത് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം? ഒരുവിധം എല്ലാ കമ്പനീസിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്ന് മാത്രമേ ഹയർ ചെയ്യൂ എന്ന് പറയുന്ന വളരെ ചുരുക്കം കമ്പനീസ് ഉണ്ടാവാറുള്ളൂ. ബാക്കി ഈവൻ ബയോടെക്കിൽ പഠിക്കുന്ന കുട്ടിക്കും എന്ത് ചെയ്യാം? സോഫ്റ്റ്വെയർ ജോബുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ തന്നെ ബാച്ചിലുണ്ടായിരുന്ന ഒരാൾ ബയോടെക്നോളജിയാണ് IIT മദ്രാസിൽ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആപ്പിളിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കോളേജ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് കോമൺലി നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഹയർ സ്റ്റഡീസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ഓഫ് കോളേജ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി വിദേശത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോളേജിന്റെ ബ്രാൻഡ്, ഏത് കോളേജിൽ പഠിച്ചു എന്നുള്ളത് ഡെഫിനറ്റ്ലി മാറ്റർ ചെയ്യും. കാരണം ഈ ഒരു JEE എക്സാം എഴുതി കോളേജ് ഏത് കിട്ടുന്നു എന്നനുസരിച്ചിട്ട് നമുക്ക് പറയാം ആ കുട്ടിയുടെ ഒരു റാങ്ക് എത്രയായിരുന്നു എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഗസ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതൊരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് തന്നെയാണ്. ആ പ്രോസസ്സ് ഭാവിയിലും എന്ത് ചെയ്യും? ആളുകൾ നോക്കാറുണ്ട്. ടോപ്പ് ടിയർ കോളേജസ് ഓഫർ ബെറ്റർ റിസർച്ച് എക്സ്പോഷർ, പ്രൊഫസേഴ്സ് ആൻഡ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ്. നമുക്ക് ഹയർ സ്റ്റഡീസിന് ഫ്യൂച്ചറിൽ ഫോറിനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സിന്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. അപ്പോൾ നല്ല കണക്ഷൻസ് ഉള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിലെ ആളുകളുമായിട്ട് കണക്ഷൻസ് ഉള്ള പ്രൊഫസേഴ്സ് ഒക്കെ പലപ്പോഴും വർക്ക് ചെയ്യുക ടോപ്പ് IITസിലാണ്. ഇഫ് യു എയിം ഫോർ IIMലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, MBA ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കോളേജ് ബ്രാൻഡ് ആൻഡ് പിയർ ഗ്രൂപ്പ് മാറ്റർ മോർ ദാൻ ദ ബ്രാഞ്ച്. ബ്രാഞ്ചിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഏത് കോളേജിൽ പഠിക്കുന്നു, നിങ്ങളുടെ അവിടുത്തെ പിയർ ഗ്രൂപ്പാണ്. അത് ഈവൻ സിവിൽ സർവീസ് ആണെങ്കിൽ പോലും നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സിവിൽ സർവീസ് ആസ്പിറൻസിന്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ ഒരു എക്സ്പോഷർ തീർച്ചയായിട്ടും IIMകളിലും അതുപോലെ സിവിൽ സർവീസ് എക്സാമുകളിലൊക്കെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോഡിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോഡിംഗ് കോൺടെസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇവന്റുകൾ, ഹാക്കത്തോൺസ് ഒക്കെ ടോപ്പ് കോളേജുകളിലാണ്. അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് മണി ഒക്കെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കാറുള്ളത് ടോപ്പ് കോളേജുകളിലാണ്. പിയർ ഗ്രൂപ്പ് ഇസ് ക്രൂഷ്യൽ ഇൻ ടോപ്പ് കോളേജ്. എ ഹൈലി മോട്ടിവേറ്റഡ് ക്രൗഡ് ഹെൽപ്സ് യു ഗ്രോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, നമുക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും, പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പിയർ ഗ്രൂപ്പ് പലപ്പോഴും ടോപ്പ് കോളേജുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട്, അവരുടെ പ്ലാൻ കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ട് 4-5 വർഷം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നോൺ CS ബ്രാഞ്ച്, കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത ബ്രാഞ്ചുകൾ ഇൻ IITs, NITs, IIITs സ്റ്റിൽ ഓഫർ ഗ്രേറ്റ് പ്ലേസ്മെന്റ്സ് ഇൻ ടെക് കമ്പനീസ് ആൻഡ് പ്ലേസ്മെന്റ്സ് ഫോർ സോഫ്റ്റ്വെയർ ജോബ്സ് യൂഷ്വലി ഓപ്പൺ ടു ഓൾ ബ്രാഞ്ചസ് ഇൻ ദാറ്റ് ക്യാമ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ കോർ ആയിട്ടുള്ള ജോബുകളും ഈവൻ ടെക് ജോബുകളടക്കം എല്ലാ ബ്രാഞ്ചിലുള്ള കുട്ടികൾക്കും ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു ലോവർ ബ്രാഞ്ച് ആണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതലേ ടെക് സ്കിൽസ്, കോഡിംഗ് സ്കിൽസും മറ്റ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ 4 വർഷം കഴിഞ്ഞാൽ CS കുട്ടികൾ പോകുന്ന പോലെ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കും ആക്ച്വലി IITസിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, മെനി കോളേജസ് അലൗ സ്റ്റുഡൻസ് ടു ചേഞ്ച് ദെയർ ബ്രാഞ്ച്. ഇനി ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ച്വലി IITസിലും NITസിലൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. ബിക്കോസ് അത് കുറച്ച് ആളുകൾക്ക് ആ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം എന്ത് ചെയ്യാറുണ്ട്? അലോ ചെയ്യാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദിയർ അക്കാഡമിക് പെർഫോമൻസ്, CGPA ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ടിപ്പിക്കലി 8 or 8.5 റിക്വയർഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഇതൊന്നും പോരാ, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വരും. 9 or 9.5 ഒക്കെ വേണ്ടി വന്നേക്കാം CS മാറണമെന്നുണ്ടെങ്കിൽ. കട്ട് ഓഫ് ഈസ് വെരി ഹൈ ഫോർ CS, ECE ആൻഡ് അതർ ടോപ്പ് ബ്രാഞ്ചസ്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. ഇതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊന്നല്ല, വളരെ കോമ്പറ്റേറ്റീവ് ആണ്. ബ്രാഞ്ച് ചേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ സീറ്റ് അവൈലബിലിറ്റി ഇൻ ദ ടാർഗറ്റ് ബ്രാഞ്ച് ആൻഡ് വേക്കൻസീസ് ഫ്രം അതേഴ്സ് ഷിഫ്റ്റിംഗ് ഔട്ട്. ഓൾമോസ്റ്റ് ഓൾ മേജർ IITs എന്ത് ചെയ്യാറുണ്ട്? ബ്രാഞ്ച് ചേഞ്ച് അലോ ചെയ്യാറുണ്ട്. ഡു നോട്ട് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ബ്രാഞ്ച് ചേഞ്ച് ഓപ്ഷൻ, ബിക്കോസ് അതെന്താണ്, ചൂസിങ് എ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ ഒരു കോളേജിൽ കയറിയിട്ട് ഞാൻ എന്തായാലും അവിടുന്ന് ബ്രാഞ്ച് ചേഞ്ച് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ബ്രാഞ്ച് ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ള IITs നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി മുതൽ കാൺപൂർ, റൂർക്കി മുതൽ ഒരുവിധം ഇല്ല ഒരുപാട് IITകൾ അലോ ചെയ്യുന്നുണ്ട്. അലോ ചെയ്യാത്ത ബ്രാഞ്ചുകൾ ഇപ്പം IIT മദ്രാസിൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് അലോ ചെയ്തിരുന്നു. ഇപ്പം അത് അവർ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോംബെ, മദ്രാസ്, ഖരഗ്പൂരിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ബ്രാഞ്ച് ചേഞ്ച് അലൗഡ് അല്ല. ഇനി NITs നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള എല്ലാ NITസും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രാഞ്ച് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആക്ച്വലി അവൈലബിൾ ആണ്. സോ ബ്രാഞ്ച് ചേഞ്ച് ഓപ്ഷൻ ക്യാൻ ചേഞ്ച് ഇൻ ഫ്യൂച്ചർ ഇൻ കോളേജസ്. അത് മാറിയേക്കാം. IIT മദ്രാസിൽ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല.
അപ്പോൾ ഇത് നമുക്കൊരു ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെ നമുക്കൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യാനും കഴിയില്ല. വൈൽ ചൂസിങ് കോളേജ് ആൻഡ് ബ്രാഞ്ച് എക്സ്പെക്ട് എ ഗുഡ് ഗ്രോത്ത് ഇൻ 5 years ഇൻ ഓൾ കോർ ജോബ്സ്. എല്ലാ ജോബുകളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും, AI വരും, എന്നാലും ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും 5 വർഷത്തിനുള്ളിൽ വരും. ദർ ആർ സം വെരി ഗുഡ് പ്രൈവറ്റ് കോളേജസ് ഓൾസോ. ഇപ്പോൾ ബിറ്റ്സ് പോലുള്ള VIT പോലുള്ള ഒരുപാട് നല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്നതാണ്. Better than which are going to be better than lower government colleges. Okay, consult seniors or alumni from that college. അതാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെ പഠിക്കുന്ന ആളുകൾ, പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക. അല്ലാതെ വെറും NIRF റാങ്കിങ് മാത്രം നമ്മൾ നോക്കരുത് ഒരിക്കലും. എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു കുട്ടി ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ പറയുന്ന അരുണാചൽ പ്രദേശിലൊക്കെ പോയിട്ട് NIT പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ NIT എന്നുള്ള പേര് കണ്ടതുകൊണ്ടോ റാങ്കിങ് കൊണ്ടോ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ വാറങ്കിൽ പോകണോ, സൂറത്തിൽ പോകണോ എന്നൊക്കെ ചോദ്യമാണ്. അപ്പോൾ അവിടെ പഠിച്ച ആളുകളോടും സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അവിടുത്തെ ഫെസ്റ്റിവൽസ്, ഹോസ്റ്റൽ, മെസ്സ്, ബിഗ് ക്യാമ്പസ്, ഇതൊന്നും കണ്ടുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോളേജ് ചൂസ് ചെയ്യാൻ പാടില്ല. വേറെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി വൈൽ ചൂസിങ് കോളേജ് ആൻഡ് ബ്രാഞ്ച്, ഇത് ചൂസ് ചെയ്യുന്ന സമയത്ത് റിസർച്ച് അബൌട്ട് ഹൗ സ്ട്രോങ് ദി അലുമിനി നെറ്റ്വർക്ക് ഇൻ എ കോളേജ്. ആസ് എ ഗുഡ് അലുമിനി നെറ്റ്വർക്ക് വിൽ ഗെറ്റ് യു പ്ലേസ്മെന്റ് ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്. അവിടുത്തെ അലുമിനി നെറ്റ്വർക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും കോളേജിലേക്ക് വരുന്നുണ്ട്, അവിടുന്ന് ഹയർ ചെയ്യുന്നുണ്ട്, അവിടുത്തെ പുതിയ പുതിയ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഇന്റേൺഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് അലുമിനി നെറ്റ്വർക്ക് ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്തുക ഏത് കോളേജ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഒരു ഫൈനലായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ആൻസർ എന്തായാലും പറയാൻ കഴിയില്ല. ദ ബെസ്റ്റ് ചോയ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഗോൾ. നിങ്ങളുടെ ഒരു ഗോൾ എന്താണ്? നിങ്ങൾക്ക് UPSC അല്ലെങ്കിൽ MBA പോലെ ഈ പറയുന്ന BTech കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IIT NIT ബ്രാൻഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET വഴി നിങ്ങൾ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും പോയിട്ട് പഠിക്കാം. ഇനി വാണ്ട് ടു ബിൽഡ് ഇൻ കോർ എഞ്ചിനീയറിംഗ്. കോർ എഞ്ചിനീയറിംഗ് ആണ്, അതായത് ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് തന്നെ പഠിച്ച് അതിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ബ്രാഞ്ച് പ്രയോറിറ്റൈസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് കോഡിംഗ് ഓർ സോഫ്റ്റ്വെയർ ജോബ് ആണ് വേണ്ടത്, CS തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ടെക്കിലേക്കാണ് പോകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ടോപ്പ് കോളേജ് പ്ലസ് കോഡിംഗ് സ്കിൽസ്, നിങ്ങൾ ഒരു നല്ല IITയിൽ പോവുക. അത് മെറ്റലർജി ആണെങ്കിലും നേവൽ ആർക്കിടെക്ചർ ആണെങ്കിലും ഒക്കെ ആ IITയിൽ പോവുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ബ്രാഞ്ച് ആക്ച്വലി മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ ആ 4 വർഷം നന്നായിട്ട് പഠിച്ച് ഈ പറയുന്ന CS-ലുള്ള അതേ കുട്ടികളുടെ സ്കില്ല് നിങ്ങൾക്ക് പാരലലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും ടോപ്പ് പ്ലേസ്മെന്റ്സിൽ നിങ്ങൾക്കും കയറി എന്ത് ചെയ്യാൻ പറ്റും, അപ്പിയർ ചെയ്യാൻ പറ്റും. വാണ്ട് ടു ഗോ എബ്രോഡ് ഫോർ MS PhD, ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോപ്പ് ടിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. യുവർ ഫ്യൂച്ചർ ഈസ് ബിൽറ്റ് മോർ ബൈ വാട്ട് യു ഡു ഇൻ കോളേജ് ദാൻ ജസ്റ്റ് ദ ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ച് കിട്ടി എന്നുള്ളത് മാത്രമല്ല, ആ ഒരു 4-5 വർഷം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്ര കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നു, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 4-5 വർഷത്തെ നമ്മുടെ ലൈഫ് നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ബ്രാഞ്ചിൽ എത്തി എന്നതുകൊണ്ട് മാത്രം ഒന്നും എന്തല്ല ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പോൾ ഇതാണ് കോളേജ് ഓർ ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻ്റെ എക്സ്പീരിയൻസസ് അടക്കം ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാരൻസിനും സ്റ്റുഡൻസിനും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനൊരു സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സെക്കൻഡ് പോയിന്റ്, നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇല്ലാത്ത ആളുകൾ എപ്പോഴും ബെസ്റ്റ് കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് IITs കിട്ടുന്നുണ്ടെങ്കിൽ അത്, ഇല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് NITs അല്ലെങ്കിൽ ടോപ്പ് IIITs എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതൊരു ലോവർ ബ്രാഞ്ച് ആണെങ്കിൽ പോലും ആ കോളേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് സ്കിൽസ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് ഇനി അങ്ങോട്ടുള്ള ഒരു 1.5 മാസം കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്കും പാരൻസിനും ഉണ്ടാകാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഞാനിതിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ചോദിക്കാം. ബാക്കിയുള്ളവരും കൂടെ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആൻഡ് XNY ലേണിംഗിൻ്റെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ JEE പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻസ് ക്ലോസ് ആയി, 10 കഴിഞ്ഞ കുട്ടികൾക്കുള്ള. പക്ഷേ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്ക് എൻ്റർ ചെയ്യുന്ന കുട്ടികളുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ നല്ല ഫൗണ്ടേഷൻ നമുക്ക് അവർക്ക് ഹൈസ്കൂളിലും മറ്റും ഉണ്ടാക്കി കൊടുത്താൽ +1 +2 കൂടെ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇത്ര കഷ്ടപ്പാടില്ലാതെ റിപ്പീറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കോളേജിലേക്ക് കയറി പറ്റാൻ പോസിബിൾ ആണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ JEE NEET ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് അറിയാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അന്വേഷിക്കുക. നമ്മുടെ ബാച്ചുകൾ ഏകദേശം ജൂണോട് കൂടിയിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ സയൻസ് ആൻഡ് മാത്തിൽ അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.